തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തേക്കിറങ്ങുന്ന സമയത്ത് ചെരുപ്പ് ധരിപ്പിച്ചു കൊടുക്കാൻ ഭാഗ്യം കിട്ടിയ ആ സ്വഹാബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അകത്തേക്ക് കയറുമ്പോൾ ആ ചെരുപ്പ് ഊരിക്കൊടുക്കാൻ അവസരം കിട്ടിയ സ്വഹാബി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിക്കുന്ന സമയത്ത് മറ പിടിച്ചു കൊടുത്ത സ്വഹാബി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുന്ന സമയത്ത് സമയമാകുമ്പോൾ വിളിക്കാൻ ഭാഗ്യം കിട്ടിയ സ്വഹാബി, അവിടുന്ന് ഒരു റൂമിലേക്കും മറ്റുമൊക്കെ പ്രവേശിക്കുന്ന സമയത്ത് ആദ്യം കയറി പലപ്പോഴും സുരക്ഷിതത്വം ഉറപ്പാക്കിയിരുന്ന സ്വഹാബി, അവിടുത്തെ സന്തത സഹചാരിമാരിൽ ഒരാൾ, സ്വാഹിബ് സിറ്, അവിടുത്തെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവരിലും ഒരാൾ. അവിടുത്തെ ആ സ്വഹാബിയെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞത്, നിങ്ങൾ ആരെങ്കിലും മനോഹരമായ ഖുർആൻ ഇറങ്ങി അതേ രീതിയിൽ ഖുർആൻ പാരായണം കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സ്വഹാബിയുടെ ഖുർആൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ആരാണ് അത്രയും പ്രാഗൽഭ്യമുള്ള ആ സ്വഹാബി? കഥ കേൾക്കാം. മക്കയിലെ ഖുറൈശി പ്രമുഖരിൽ പ്രധാനിയായ ഉഖബത്ത് ബിൻ അബീ മുഅയ്യിത്തിൻ്റെ ആടുകളെ മേയിച്ച് നടക്കലായിരുന്നു അബ്ദുല്ലാഹി ബിൻ മസ്ഊദിൻ്റെ ജോലി. ചെറിയ പ്രായത്തിൽ, പ്രായപൂർത്തി പോലും എത്തുന്നതിൻ്റെ മുമ്പേ ഈ ജോലി മലഞ്ചെരിവുകളിലും മറ്റു പ്രദേശങ്ങളിലുമൊക്കെ ആടുകളെ മേയിച്ച് നടക്കലായിരുന്നു. നേരം പുലരുന്നതിൻ്റെ മുമ്പേ യാത്ര പോകും. ഒരുപക്ഷെ നേരം ഇരുട്ടിയിട്ടൊക്കെയാണ് കടന്നു വരുന്നത്. പ്രായപൂർത്തിയാവാത്ത ഈ ഒരു കൊച്ചു ബാലനെ നാട്ടുകാരെല്ലാവരും വിളിച്ചിരുന്നത് ഇബ്നു ഉമ്മ അബ്ദ് എന്നായിരുന്നു. ഏകദേശം അതേ സമയത്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ദീനിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇബ്നു ഉമ്മ അബ്ദ് അറിയുന്നത്. പക്ഷേ കൂടുതലൊന്നും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ മനസ്സിലാക്കാനോ അവസരമുണ്ടായിരുന്നില്ല. കാരണം അതിരാവിലെ പുറപ്പെട്ട് രാത്രി തിരിച്ചെത്തുന്ന ജോലിയിൽ എപ്പോഴും എൻഗേജ്ഡ് ആയിരുന്നു അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് എന്നവർ. അങ്ങനെ ഒരു ദിവസം അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് എന്ന ഈ ചെറിയ പ്രായമുള്ള അദ്ദേഹം മലഞ്ചെരുവികളിൽ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടുപേര് വളരെ വേഗത്തിൽ ഈ കൊച്ചു അബ്ദുല്ലാഹി ബിൻ മസ്ഊദിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, മോനെ അല്പം പാല് ഞങ്ങൾക്ക് തരാമോ? ഞങ്ങൾക്കൊരു എനർജി കിട്ടാനൊക്കെ, ദാഹം ശമിപ്പിക്കാനും വേണ്ടി അല്പം പാല് തരാമോ എന്ന് രണ്ടാളുകൾ വന്ന്, കാഴ്ചയിൽ ഗൗരവമുള്ള സൗന്ദര്യമുള്ള രണ്ടാളുകൾ വന്ന് ചോദിക്കുകയാണ്. ഉടനെ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് പറഞ്ഞു, എനിക്ക് തരാൻ പറ്റില്ല, കാരണം ഞാൻ ഇതിൻ്റെ മുതലാളിയല്ല, അതുകൊണ്ട് ദയവായി കൂടുതൽ ആവശ്യപ്പെടരുത് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ വന്ന രണ്ടാളുകൾ തികച്ചും മാന്യന്മാരായിരുന്നതുകൊണ്ട്, അങ്ങനെയാണെങ്കിൽ വേണ്ട, ഒരു കാര്യം ചെയ്യാമോ, കൊറ്റനാട് പിറകെ നടക്കാത്ത ഒരു പെണ്ണായ ആടിൻകുട്ടിയെ കാണിച്ചു തരാമോ? അതായത് മുലപ്പാലിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടില്ലാത്ത, അകിടിൽ പാല് വന്നിട്ടില്ലാത്ത പെണ്ണാടിൻകുട്ടിയെ കാണിച്ചു തരാമോ എന്ന് പറഞ്ഞു. അങ്ങനെ അത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ, രണ്ടാളുകളിൽ ഒരാൾ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് കാണിച്ചു കൊടുത്ത ആ ആടിൻ്റെ അകിട് പതുക്കെ തടവാൻ തുടങ്ങി. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് ആടിനെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന, ചെറിയ പ്രായമാണെങ്കിലും അനുഭവം കൊണ്ട് നന്നായി അറിയുന്ന അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് അത്ഭുതപ്പെട്ടു. ഒരാണുമായിട്ട് ഒരു തരത്തിലുമുള്ള ആ ഒരു കണക്ഷൻ ഒന്നും ഉണ്ടായിട്ടില്ലാത്ത ഈ ആട് എങ്ങനെ പാൽ ചുരുത്താനാണ്? അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. വെറുതെ ഒരു പണിയെടുക്കുകയാണ് ആ വന്ന ആൾ എന്ന രീതിയിൽ അത് നോക്കി അത്ഭുതമെന്ന് പറയാം. അല്പനേരം കഴിഞ്ഞപ്പോഴേക്കും ആ ആടിൻ്റെ അകിട് വീർത്ത് അതിൽ പാല് നിറയാൻ തുടങ്ങി. ആ ആൾ എന്തൊക്കെയോ ഉരുവിട്ടുകൊണ്ട്, ചില മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടാണ് ആടിൻ്റെ അകിടിൽ തടവുന്നത്. അല്പനേരം കഴിഞ്ഞപ്പോഴത്തേക്കും മനോഹരമായ ഒരു പാത്രത്തിൽ അവർ മനോഹരമായ ശുദ്ധമായ പാല്, അത്ഭുതം, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ അവർ ആ വന്ന ആളും രണ്ടുപേരും നന്നായി പാല് കുടിച്ചു. അബ്ദുല്ലാഹി ബിൻ മസ്ഊദിനും പാല് കൊടുത്തു, അദ്ദേഹം പാല് കുടിച്ചു. ശേഷം ആ ആടിനോട് പഴയ രീതിയിൽ തന്നെ മടങ്ങിപ്പോകാൻ പറഞ്ഞു. അകിടിനോട് ചുരുങ്ങാൻ വേണ്ടി പറയുകയും അകിട് ചുരുങ്ങുകയും പഴയ അവസ്ഥയിലേക്ക് ഇത് മാറുകയും ചെയ്തു. ഇതെല്ലാം കണ്ട് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് വളരെയധികം അത്ഭുതത്തോടെ നോക്കി നിന്നു. എന്താണ് ഈ സംഭവിക്കുന്നത്? ആരാണ് ഈ വന്നത്? ആ വന്ന രണ്ടാളുകളോട് പറഞ്ഞു, നിങ്ങൾ അവിടെ കൈ വെച്ചിട്ട് എന്തൊക്കെയോ മന്ത്രങ്ങൾ പറഞ്ഞു, അതെനിക്ക് പഠിപ്പിച്ചു തരാമോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, താങ്കളിപ്പോൾ ചെറിയ ഒരു പയ്യനാണ്, വലുതാകുന്ന സമയത്ത് അതൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുമെന്ന്. അങ്ങനെ അവർ നടന്നകന്നുപോയി. ആ വന്ന രണ്ടാളുകൾ അബ്ദുല്ലാഹി ബിൻ മസ്ഊദിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ചു. ആ വന്ന ആളുകളിൽ ഒന്നാമത്തേത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൂടെ ഉണ്ടായിരുന്നത് സന്തത സഹചാരിയായിരുന്ന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഖുറൈശികൾ എല്ലാ തരത്തിലും അക്രമങ്ങൾ അഴിച്ചുവിട്ട് പച്ചിലകൾ വരെ കഴിച്ച് ജീവിച്ചിരിക്കുന്ന, അത്രയും ക്രൂരതകൾ അഴിച്ചുവിടുന്ന ആ കാലഘട്ടത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് ആദ്യമായിട്ട് ഈ ഒരു ആദർശത്തിലേക്ക്, ഇസ്ലാം എന്ന മഹത്തായ ആദർശത്തിലേക്ക് താല്പര്യമുണ്ടാകുന്ന അതിമഹത്തായ ഒരു സംഭവമാണ് നാം കേട്ടത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോടും അബ്ദുല്ലാഹി ബിൻ മസ്ഊദിന് വലിയ താല്പര്യം തോന്നി. ആ താല്പര്യം ഓരോ നാൾ
കഴിയുന്നവർ വർദ്ധിക്കുകയാണ് സംഭവിക്കുന്നത്. അങ്ങനെ പ്രത്യേക ഇഷ്ടം അവർക്ക് രണ്ടുപേർക്കും, മുത്തനബിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദ്നാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്കും പ്രത്യേക ഇഷ്ടം ഇവരോട്. ചെറിയ മോനാണ്, ആ മോന് സത്യസന്ധനാണ്, ഉടനെ തന്നെ പാല് കൊടുത്തില്ല. ആ സത്യസന്ധതയുണ്ട്, ദൃഢചിത്തതയുണ്ട്, ഒരു ഡിറ്റർമിൻഡ് മൈൻഡ് സെറ്റുണ്ട്, പ്രത്യേകമായ താല്പര്യം, വാത്സല്യം ഇങ്ങോട്ടും തോന്നി. കൂടുതൽ കഴിയുന്നതിന് മുമ്പ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അതിനുശേഷം ആടിനെ മേയ്ക്കുന്ന ജോലിയൊക്കെ നിർത്തി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൂർണ്ണമായും ആ ജീവിതം സമർപ്പിക്കുന്നതാണ് ചരിത്രത്തിൽ നാം കാണുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സന്തത സഹചാരിയായി എല്ലാ സമയത്തും, യാത്രയിലും അല്ലാത്തപ്പോഴും, വീടിനകത്തും പുറത്തും സമ്മതം ചോദിക്കാതെ പോലും ഒരു പക്ഷേ വീട്ടിലേക്ക് പ്രവേശിക്കാൻ മാത്രം സ്വാതന്ത്ര്യമുണ്ടായിരുന്നു അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക്. റസൂലുള്ളാഹി തങ്ങൾ ചെരുപ്പ് ഊരുന്ന സമയത്ത് അത് ഊരിക്കൊടുക്കാനും, ചെരുപ്പ് ധരിക്കുന്ന സമയത്ത് ആ ഷറഫാക്കപ്പെട്ട കാലിൽ ചെരുപ്പ് ധരിപ്പിച്ചു കൊടുക്കുവാനും, റസൂലുള്ള കുളിക്കുന്ന സമയത്ത് മറ പിടിച്ചു കൊടുക്കാനും, റസൂലുള്ള ഉറങ്ങുന്ന സമയത്ത് സമയമാകുമ്പോൾ ഉറക്കത്തിൽ വിളിച്ചുണർത്താനും, ഒരു പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്ത് താമസിക്കുന്ന സമയത്ത് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒക്കെ ആദ്യം പ്രവേശിച്ച് സുരക്ഷ ഉറപ്പുവരുത്താനും, അങ്ങനെ തുടങ്ങി ഒരുപാട് ഭാഗ്യങ്ങൾ ആ തിരുജീവിതത്തോട് ചേർന്ന് നിന്ന് അനുഭവിക്കാൻ കഴിഞ്ഞ മഹാഭാഗ്യശാലി കൂടെയാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇക്കാരണങ്ങളാലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പക്കാരിൽ ഒരാൾ എന്ന് സ്വഹബ് സിർ എന്ന പേരിലും മഹാനവറുകൾ അറിയപ്പെട്ടിട്ടുണ്ട്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗ്യം എന്ന് പറയുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് അധ്യാപനം നടത്തി അത് കണ്ടും കേട്ടും പഠിച്ചവരാണ് അവർ. റസൂൽ എങ്ങനെ കിടക്കുന്നു, എങ്ങനെ പോകുന്നു, എങ്ങനെ വരുന്നു, എല്ലാ കാര്യങ്ങളും നേരെ കണ്ട് റസൂലിൽ നിന്ന് തന്നെ ദീൻ ഒപ്പിയെടുത്ത് ആ ശൈലി അത്രമാത്രം ജീവിതത്തിൽ പകർത്തിയതുകൊണ്ട് റസൂലുള്ളാഹിനെ പോലെ തന്നെ എന്നവരെ ഇമാമിങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഈ സ്വഹാബിയെക്കുറിച്ച്. എല്ലാ കാര്യങ്ങളും റസൂലിയൻ രീതിയിലാണ് അവർ നടപ്പിലാക്കുക. അങ്ങനെയാണ് അവർ ജീവിച്ചിട്ടുള്ളത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നേരിട്ട് ദീനും ഖുർആനും എല്ലാം കണ്ട് കേട്ട് പഠിച്ചതുകൊണ്ട് തന്നെ ഖുർആനെക്കുറിച്ച് അഗാധമായ പാണ്ഡിത്യം അബ്ദുല്ലാഹി ബിൻ മസ്ഊദിനുണ്ടായിരുന്നു. അതിമനോഹരമായ രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യാനും, കാരണം ആ മഹാസ്വരരാഗമാധുര്യത്തോടു കൂടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടിട്ടാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ പോലെ മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയുന്ന ഒരു സഹാബി കൂടെയായിരുന്നു അവർ. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു ഒരു സംഭവം പറയുന്നുണ്ട്. ഞാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട പല പ്രധാനപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്ത് ആ ചർച്ചയ്ക്ക് അവസാനം ഞങ്ങൾ പള്ളിയിലേക്ക് പോയി ഇബാദത്തിന് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത്, പള്ളിയിലേക്ക് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരാൾ നിസ്കാരത്തിൽ മുഴുകിയിരിക്കുന്നത് ഞങ്ങൾ കണ്ടു. അതിമനോഹരമായിട്ടാണ് ഖുർആൻ പാരായണം ചെയ്യുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശബ്ദമുണ്ടാക്കരുത്, നമുക്ക് ആ ഖുർആൻ പാരായണം അല്പം ഒന്ന് കേൾക്കാം. കുറേ നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖുർആൻ പാരായണം കേട്ടു നിന്നു. അത്ര മാധുര്യത്തോടു കൂടെയാണ് ആ ഖുർആൻ പാരായണം ആ നിസ്കരിക്കുന്ന വ്യക്തി ഓതിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഖുർആൻ ഇറങ്ങിയ അതേ രീതിയിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇബ്നു അബ്ദിൻ്റെ ആ ഒരു ശൈലി അവർ മാതൃകയാക്കട്ടെ. അത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുന്നുണ്ട്. ദ്വാരക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചോളൂ നൽകപ്പെടും, എത്ര വേണമെങ്കിലും ചോദിച്ചോളൂ റബ്ബ് തരും എന്ന് ബാക്കിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ആമീൻ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തങ്ങളുടെ ദുആക്ക് ബാക്കിൽ നിന്ന് തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയുന്നുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതിരാവിലെ തന്നെ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ ചെന്ന് ഈ ഒരു സന്തോഷം, റസൂല് ഇന്നലെ രാത്രി നിങ്ങളുടെ ദുആക്ക് ആമീൻ പറഞ്ഞിട്ടുണ്ട് എന്നത് അറിയിക്കണമെന്ന് വിചാരിച്ച് ഞാൻ രാവിലെ തന്നെ ചെന്നു. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നെക്കാളും മുമ്പ് അവിടെ എത്തിയിരുന്നു. അതെങ്ങനെയാണ്? അപ്പോഴും എനിക്ക് മനസ്സിലായി, സിദ്ദീഖ് തങ്ങൾ ഒരിക്കലും മറികടക്കാൻ കഴിയില്ല. ആ സന്തോഷം അവരതിന് മുമ്പേ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്കത് കേട്ടപ്പോൾ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു വലിയ സന്തോഷമായത് കേട്ടപ്പോൾ. ശുദ്ധമായ ഖുർആനെ കുറിച്ച് അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്നു അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുക്ക്. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, തീർച്ചയായിട്ടും റബ്ബാണ് സത്യം, ഓരോ ആയത്തും അതിൻ്റെ പശ്ചാത്തലം എന്താണ്, അതിൻ്റെ കാരണം എന്താണ്, അത് ഏത് പ്രശ്നത്തിലാണ് അത് അവതരിച്ചിട്ടുള്ളത്, അതിൻ്റെ അകത്തുള്ള രഹസ്യങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി എന്നെക്കാളും അതറിയുന്ന ഒരാളുണ്ടെന്ന് കേട്ടാൽ എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിൽ അവിടെ പോയിട്ട് അത് പഠിക്കാൻ, അതറിയാനും ഞാൻ തയ്യാറാണ് എന്ന് അവർ പറയാറുണ്ടായിരുന്നു. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹും സംഘവും ഒരു യാത്ര ഇങ്ങനെ പോകുന്നതിനിടയിൽ മറ്റൊരു സംഘത്തെ അവർ വഴിയിൽ വെച്ച് കണ്ടു. ശക്തമായ വെളിച്ചമില്ലാത്തൊരു ഘട്ടമായിരുന്നു, അല്പമൊക്കെ ഇരുട്ടുള്ള ഘട്ടമായിരുന്നു, പരസ്പരം കാണാൻ സാധിക്കുമായിരുന്നില്ല. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഘവും മറ്റേ സംഘവുമായിട്ട് ഒരു ചർച്ച നടക്കുന്നുണ്ട്, ഒരു സംഭാഷണം നടക്കുന്നത്, അതിമനോഹരമായ ഒരു സംഭാഷണം. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു മറ്റേ സംഘത്തിലുണ്ടായിരുന്നു. അത് ഉമർ തങ്ങൾക്ക് അറിയുമായിരുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ കൂടെയുള്ളവരോട് ഓരോ ചോദ്യങ്ങൾ അവരോട് ചോദിക്കാൻ പറയുന്നുണ്ട്. അതിന് കൃത്യമായ ഉത്തരം അപ്പുറത്തുനിന്ന് വരുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിലൊരു പണ്ഡിതനുണ്ടല്ലോ. എന്നിട്ട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, ഖുർആനെക്കുറിച്ച് ആഴത്തിലുള്ള പല ചോദ്യങ്ങളും. ഖുർആനിലെ അതിമഹത്തായ വാക്യം ഏതാണ് എന്നതാണ് ഒരു ചോദ്യം. സൂറത്ത് ബഖറയിൽ 255-ാമത്തെ ആയത്ത്
അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു ഓതി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഖുർആനിലെ വ്യത്യസ്തമായ മേഖലകളിലുള്ള നിരവധി ചോദ്യങ്ങൾ ചോദിക്കും. ഓരോന്നിനും കൃത്യമായ ഉത്തരമാണ് അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു മറുഭാഗത്ത് നിന്ന് നൽകുന്നത്. ഓരോന്നിനും കൃത്യമായ ഉത്തരം കിട്ടിയപ്പോൾ ഉമർ റളിയല്ലാഹു ചോദിച്ചു, സത്യം പറയണം, നിങ്ങളുടെ കൂട്ടത്തിൽ അബ്ദുല്ലാഹി മസ്ഊദ് ഉണ്ടോ എന്ന്. കാരണം ഉമർ റളിയല്ലാഹു പറഞ്ഞു കൊടുക്കുന്ന ചോദ്യം മറ്റൊരാൾ ചോദിക്കുന്നു, ആ സംഘത്തിൽ നിന്നൊരാൾ മറുപടി പറയുന്നു. അപ്പോൾ ആരാണ് എന്ന് മനസ്സിലാവുകയില്ല. ഇത്ര കൃത്യമായ ആധികാരികമായ ആഴത്തിലുള്ള മറുപടി പറഞ്ഞപ്പോൾ ഉടനെ ചോദിച്ചു, സത്യം പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ അബ്ദുല്ലാഹി മസ്ഊദ് ഉണ്ടോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂട്ടത്തിൽ മഹാനവറുകളുണ്ട്. അത്രയധികം അറിവിൻ്റെ മേഖലയിൽ, എല്ലാ മേഖലയിലും റസൂലിൻ്റെ ജീവിതം ഒപ്പിയെടുക്കുന്ന വിഷയത്തിലും സല്ലല്ലാഹു അലൈഹി വസല്ലം ജ്വലിച്ചു നിന്ന മഹാനക്ഷത്രമാണ് സ്വഹാബികൾക്കിടയിലെ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഭൗതികമായ ജീവിതത്തോടുള്ള വിരക്തിയും ഖുർആനോടുള്ള അഗാധമായ സ്നേഹവും ആഴത്തിലുള്ള അറിവും ഇസ്ലാമികമായ അറിവിൻ്റെ മേഖലയിൽ അഗാധ പാണ്ഡിത്യവും ഇത് മാത്രമായിരുന്നില്ല, യുദ്ധക്കളത്തിൽ തികഞ്ഞ പോരാളി കൂടെയായിരുന്നു അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഖുർആൻ ഈ ഭൂമിയിൽ ഉറക്കെ പാരായണം ചെയ്യാൻ ധൈര്യം കാണിച്ചത് അബ്ദുല്ലാഹി മസ്ഊദ് തങ്ങളാണ്. അത് മാത്രം മതി ആ ഒരു ആർജവം, ചങ്കൂറ്റം മനസ്സിലാക്കിയെടുക്കാൻ. ഹിജ്റ പോകുന്നതിന് മുമ്പ് മക്കയിൽ അല്പം ആളുകൾ മാത്രമായിരുന്നു ഇസ്ലാമിലുണ്ടായിരുന്നത്. അവർ ദുർബലരുമായിരുന്നു. ശക്തരായ എല്ലാ ആളുകളും അപ്പുറത്ത്, എല്ലാ സംവിധാനങ്ങളും അപ്പുറത്തായിരുന്നു. ദുർബലർ എന്ന് പറഞ്ഞാൽ ഭൗതികമായ സംവിധാനങ്ങളെല്ലാം അപ്പുറത്തായിരുന്നു. അങ്ങനെ ഇരിക്കെ സ്വഹാബികൾക്കിടയിൽ ചില ആളുകൾ പരസ്പരം അങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഖുറൈശികൾ കേട്ടിട്ടില്ല, അവർ കേൾക്കുന്ന രീതിയിൽ ഇത് ഉറക്കെ ഓതാൻ ധൈര്യമുള്ളവർ ആരാണ് നമ്മുടെ കൂട്ടത്തിൽ? ഉടനെ അബ്ദുല്ലാഹി മസ്ഊദ് പറഞ്ഞു, ഞാൻ ഓതാം. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ വേണ്ട, നിങ്ങളെക്കാളും ഗോത്രപാരമ്പര്യമുള്ള ഒരാളാണ് നല്ലത്. കാരണം അങ്ങനെ പറയാൻ കാരണം, അങ്ങനെയാണെങ്കിൽ ആ ഗോത്രത്തിൽപ്പെട്ട ആളെ തൊട്ട് കളിക്കാൻ മറ്റേ ആളുകൾക്ക് പേടിയുണ്ടാകും. താരതമ്യേന പ്രാധാന്യം കുറഞ്ഞ ഒരു ഗോത്രത്തിലെ മെമ്പറാണെങ്കിൽ ആക്രമിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അത് കണക്കിലെടുത്തിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു പറയുന്നുണ്ട്, അതൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ എന്നെ വിട്ടേക്കും, ഞാൻ പോയി പറഞ്ഞോളാം, ഞാൻ ഖുർആൻ ഓതി കൊടുത്തോളാം അവർക്ക്. അങ്ങനെ ഒരു ഉച്ച സമയത്ത് കഅബയുടെ അടുത്തേക്ക് അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു പോകുന്നുണ്ട്. അവിടെ ചെന്ന് നോക്കുന്ന സമയത്താണ് ഖുറൈശികളായ പ്രമുഖരായ ആളുകൾക്ക് അവിടെയുണ്ട്. അവിടുന്ന് ഉറക്കെ ഖുർആൻ പാരായണം ചെയ്തു. അപ്പോൾ ആ ശത്രുക്കളായ ആളുകൾ അത് കേട്ട്, എന്താണ് കേൾക്കുന്നത്? ചിലർ പറഞ്ഞു, അത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചില കാര്യങ്ങളാണ് ആ പറയുന്നത്. ഓടി വന്ന് അബ്ദുല്ലാഹി മസ്ഊദ് തങ്ങളെ ആക്രമിക്കുകയാണ്. ആ ആക്രമണത്തിൽ പരിക്ക് പറ്റി രക്തമൊലിച്ച് അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു നേരത്തെ ഉണ്ടായിരുന്ന സ്വഹാബാക്കൾക്കിടയിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഇത് തന്നെയാണ് നിങ്ങളോട് പോകണ്ടെന്ന് ഞങ്ങൾ പറയേണ്ട കാരണം. അപ്പോൾ അബ്ദുല്ലാഹി മസ്ഊദിൻ്റെ മറുപടി, ശത്രുക്കൾക്ക് ഇത്രമാത്രം ദുർബലരായിരുന്നു എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. നാളെ വേണമെങ്കിൽ വീണ്ടും പോയി അവിടെ ഖുർആൻ ഓതാൻ ഞാൻ തയ്യാറാണ്. ആ ഖുർആനോടുള്ള സമർപ്പണവും പേടിയില്ലായ്മയുടെ ആഴവുമാണത് കാണിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, അത് വേണ്ട, ആ ധൈര്യത്തോടു കൂടെ നിങ്ങൾ ചെയ്തല്ല, അത് മതി എന്ന് സ്വഹാബത്ത് പറയുന്നുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു കാലഘട്ടത്തിലും സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലും ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലും ഒക്കെ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു ജീവിക്കുന്നുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ് അവർ വഫാത്താകുന്നത്. ആ വഫാത്തിൻ്റെ വേളയിൽ ഉസ്മാൻ തങ്ങൾ അവരെ സന്ദർശിച്ചുകൊണ്ട് അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവലാദികൾ, സങ്കടങ്ങളുണ്ടോ? അപ്പോൾ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു പറയുന്നുണ്ട്, ഹബീബായ തങ്ങളുടെ ജീവിതം ഒപ്പിയെടുത്ത് ഖുർആനെ സമർപ്പിച്ച് യുദ്ധങ്ങളിൽ പങ്കെടുത്ത് അതിയായ എല്ലാ കാര്യത്തിലും ഇസ്ലാമിൻ്റെ കൂടെ നിന്ന ആ മഹാനരായ സ്വഹാബി പറയുന്നുണ്ട്, എൻ്റെ പാപങ്ങൾ ആലോചിച്ചിട്ട് എനിക്ക് പേടിയുണ്ട് എന്ന്. താങ്കൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഉസ്മാൻ തങ്ങൾ ചോദിച്ചപ്പോൾ, എൻ്റെ റബ്ബിൻ്റെ കാരുണ്യം മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉടനെ ഉസ്മാൻ തങ്ങൾ പറയുന്നുണ്ട്, താങ്കൾക്ക് അവകാശപ്പെട്ട അർഹതപ്പെട്ട പൊതു ഖജനാവിൽ നിന്നുള്ള സമ്പത്ത് അങ്ങ് ഇത്രയും കാലങ്ങളായിട്ട് സ്വീകരിച്ചിട്ടില്ല, അത് ദയവായി സ്വീകരിക്കാമോ? അപ്പോഴും പറയുന്നു, എനിക്കത് വേണ്ട. അപ്പോൾ ഉസ്മാൻ തങ്ങൾ പറയുന്നുണ്ട്, താങ്കളുടെ പെൺകുട്ടികളാണല്ലോ താങ്കൾക്ക് പലരും ഉള്ളത്, അവർക്കത് ഉപകരിച്ചേക്കാം. അപ്പോൾ പറയുന്നത്, അവർക്കൊന്നും വേണ്ട, ഞാൻ അവർക്ക് പ്രധാനപ്പെട്ട ഒരു സമ്മാനം കൊടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും വീട്ടിൽ സൂറത്ത് വാഖിയ പാരായണം ചെയ്താൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ലെന്ന ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഞാൻ അവർക്ക് സമ്മാനമായി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ, എൻ്റെ മക്കളുടെ കാര്യത്തിൽ എനിക്കൊരു പേടിയുമില്ല. അതും പറഞ്ഞ് ഏതാനും സമയങ്ങൾക്കകം അവർ ഈ ഭൗതികമായ ലോകത്ത് നിന്ന് യാത്രയാവുകയാണ്. അള്ളാഹു എന്ന മഹത്തായ വാക്യം സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് ഉരുവിട്ടുകൊണ്ടാണ് ഈ ലോകത്തു നിന്ന് അവർ യാത്രയായത്. സ്വഹാബികൾ പ്രമുഖരായ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രമുഖരായ സ്വഹാബാക്കളുടെ ഒരു വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് അവിടുത്തെ അന്ത്യകർമ്മങ്ങളെല്ലാം നടന്നത്. ആ മഹാസ്വഹാബി വര്യർ ബഖീയിൽ ഉസ്മാൻ തങ്ങളുടെ അപ്പുറത്ത്, റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യമാരുടെ അടുത്ത് പ്രിയപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അടക്കം അപ്പുറത്തായിട്ട് ആ ബഖീൻ്റെ സുന്ദരമായ താഴ്വരയിൽ അവർ ഉറങ്ങുകയാണ്. അവരെ സ്വർഗത്തിൽ വെച്ച് കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.